ചൊവ്വാഴ്ച പുലർച്ചെ ഇറാൻ ഇസ്രയേലിന് നേരെ പുതിയ ഒരു തരം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. വടക്കൻ മധ്യ ഇസ്രയേലിൽ മുഴുവനും അപായ സൂചനകളാണ് മുഴങ്ങിക്കേട്ടത്. അത്രയും തന്നെയുമല്ല, ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ടെല്ലവീവിലും വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളിലും മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു മിസൈല് ജനവാസ മേഖലയിൽ പതിച്ചു എന്നും നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ക്ലസ്റ്റർ സ്റ്റൈൽ എന്ന് പറയുന്ന വാർ ഹെഡുകളാണ് ഇത്ര ഇറാൻ ഉപയോഗിച്ചത്. അതായത് 2013 ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ മാത്രമേ ഞങ്ങൾ പുറത്തെടുത്തിട്ടുള്ളൂ. 2026 വരെയുള്ള പുതിയ തരം ആയുധങ്ങൾ ഞങ്ങൾ പുറത്തെടുക്കും എന്ന ഇറാന്റെ ഭീഷണിയെ ഇസ്രായേൽ വകവയ്ക്കാത്തതാണോ, അതോ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാണോ? എന്തായിരുന്നാലും ഇസ്രായേലിനെതിരെ ഇത് ചെയ്തപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കാൻ ആലോചിച്ച് കാത്തു നിൽക്കുന്ന ഒരു രീതി ഇസ്രായേലിനില്ല. ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ സേന, അതായത് IDF, ടെഹ്റാനിലും തെക്കൻ ഇറാനിലുമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ട് ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു. ഇപ്പം ഇങ്ങോട്ടൊരു അടി കിട്ടുമ്പോൾ കൂടുതൽ രാജ്യങ്ങളുടെ ഭരണാധികാരികളെയൊക്കെ വിളിച്ച്, പ്രതിനിധികളെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് എവിടെ നടിക്കണം, എങ്ങനെ അടിക്കണം, ആരെ അടിക്കണം, എത്രയടിക്കണം, ആരടിക്കണം, ഇതൊന്നും ഇസ്രായേലിന്റെ തത്വത്തിൽപ്പെട്ടതല്ല. ഇസ്രായേലിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന തത്വമാണ്. അടിച്ചാൽ തിരിച്ചടിക്കും. അതേതു കൊമ്പനാണെങ്കിലും ഏതു വമ്പനാണെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ പോകുന്ന രീതി ഇസ്രായേലിനില്ല. അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള ഈ വിഷയത്തിൽ ഒരു രൂപത്തിലും ഭാഗവാക്കല്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയത്തിലും ഹിസ്ബുള്ള യുദ്ധക്കൊതിയും ചോരക്കൊതിയുമായിട്ട് ചെന്ന് കയറിയിട്ടാണ് നേതാക്കളുടെ മുഴുവനും തലയ്ക്കോട്ടയിടേണ്ടി വന്നത് ഇസ്രായേലിന്. അതുപോലെ ലെബനനിലെ ഹിസ്ബുള്ള ഇത്തവണയും ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയും, എന്നാൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ മുഴുവനും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ബെയ്റൂട്ടിൽ ഉൾപ്പെടെയുള്ള നിരവധി ഹിസ്ബുള്ള ഭീകരരെ വധിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. 500-ലധികം കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. തന്നെയുമല്ല, ഈ സംഘർഷം ഇപ്പോൾ ഇറാനിലും ഇസ്രായേലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എടുത്തു കാണേണ്ടത്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സമീപവും മിസൈൽ ഡ്രോൺ ഭീഷണികൾ റിപ്പോർട്ട് ചെയ്തതിൽ വഴി ആ രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇറാൻ ചെയ്തത്. ഇറാൻ ഇസ്രായേൽ യുദ്ധവും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുമാണ് ഇന്ന് ലോക മാധ്യമങ്ങൾ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലും അമേരിക്കയും ഇറാനെതിരെ ശക്തമായിട്ടുള്ള മേൽക്കൈ നേടിക്കഴിഞ്ഞു. മസൂദ് പെസഷ്കിയാൻ എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് മാപ്പ് പറഞ്ഞതോടുകൂടി അവർ പരാജയം സമ്മതിക്കുകയായിരുന്നു. ഇറാന്റെ നാവികസേനയും മിസൈൽ ശേഷിയും വലിയ രൂപത്തിൽ തകർക്കപ്പെട്ടു എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇറാൻ ഇനിയും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ നട്ടെല്ല് തകർത്തിരിക്കുന്നു. ഇറാന്റെ നട്ടെല്ലൂരി ജൂതക്കുഞ്ഞുങ്ങൾ കുട്ടിയും കോലും കളിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വലിയ പ്രബല രാഷ്ട്രം, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ യുദ്ധമികവോടെ, ആയുധ നൈപുണ്യത്തോടെ തല ഉയർത്തി നിന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ന് തല പോയിട്ട് നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. യുദ്ധം തുടങ്ങിയ സമയത്തെ അപേക്ഷിച്ച് ഇറാൻ അയക്കുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണത്തിൽ 92% കുറവ് വന്നു എന്നാണ് കണക്കുകൾ നിരത്തി നിരീക്ഷകർ പറയുന്നത്. അതുപോലെ തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ആരോപണം. എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിച്ചിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിലും ഗ്യാസ് വിലയിലും ഉണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളില് ഇന്ധന വില വർദ്ധിച്ചതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അവിടെയും ഉടലെടുക്കുന്നു. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും മറ്റും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രാജ്യം വലിയ രൂപത്തിൽ സാമ്പത്തിക സൈനിക തകർച്ച നേരിടുകയാണ് എന്നതാണ് ശരിക്കും ശരി. ഇറാൻ സൈനികമായി പരാജയം സമ്മതിക്കുന്നു.
എന്നാൽ ഭരണകൂടം യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തത് രാജ്യത്തെ കൂടുതൽ തകർച്ചയിലേക്കും വലിയ രൂപത്തിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു രാത്രി ഇറാന് വളരെ നിർണായകമായിരിക്കും എന്നാണ് മാധ്യമങ്ങളിലെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇസ്രയേലിന് കിട്ടിയതിന്റെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കാതെ ഇസ്രയേൽ അടങ്ങാറില്ല, ഉറങ്ങാറുമില്ല. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം 2 ആഴ്ച പിന്നിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നത്തെ രാത്രി ഇറാനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരിക്കുമെന്നും യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണങ്ങളായിരിക്കും ഇന്ന് രാത്രി ഇറാനെതിരെ നടക്കാൻ പോകുന്നത് എന്നുമുള്ള മുന്നറിയിപ്പുമായി US പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇന്നത്തേത് ഇറാനുള്ളിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും തീവ്രമായ ആക്രമണ ദിവസമായിരിക്കുമെന്നും ഏറ്റവും കൂടുതൽ പോരാളികൾ, ഏറ്റവും കൂടുതൽ ബോംബറുകൾ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ എന്നിവ തയ്യാറായി എന്നുമാണ്. ഇന്ന് യുദ്ധം അതിന്റെ തീവ്രതയിലെത്തുമെന്നും ട്രംപ് തീരുമാനിക്കുന്നിടത്തോളം യുദ്ധം തുടരുമെന്നും യുദ്ധത്തിനുള്ള സമയപരിധിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് ട്രംപാണെന്നും ഹെക്സറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ US-ഉം ഇസ്രായേലും തങ്ങളെ ആക്രമിക്കുന്നത് തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും കയറ്റി അയക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും ഗൾഫ് വഴിയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും യുദ്ധം നിലനിൽക്കുന്നിടത്തോളം തടയുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പറഞ്ഞതിന്റെ പിന്നാലെ രംഗത്തെത്തിയ ട്രംപ് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 5-1 കൈകാര്യം ചെയ്യുന്ന ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ടാങ്കർ ഗതാഗതം തടയുകയോ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ ഇടപെടുകയോ ചെയ്താൽ ഇറാനെ 20 മടങ്ങ് ശക്തമായി ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഇറാനിൽ തുടർന്ന് യുദ്ധം ചെയ്യുന്നതിനുള്ള സന്നദ്ധത വിട്ട് ട്രംപ് പിന്മാറിയുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പുതിയ പരമോന്നത നേതാവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയാളെ അംഗീകരിക്കില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയ ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റിയെന്നും അത് റഷ്യയും പിന്നാലെ ചൈനയും യുദ്ധത്തിലേക്ക് ഇറാനൊപ്പം കക്ഷി ചേർന്നേക്കുമെന്നുമുള്ള ആശങ്ക കൊണ്ടാണെന്നുമൊക്കെ വാർത്ത പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് ഇന്ന് ഇറാനെതിരെ കനത്ത നീക്കത്തിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന അൾട്ടിമേറ്റഡ് വെപ്പൺ എന്ന വ്യക്തമല്ലെങ്കിലും ഇറാനിൽ ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്ന ഭയാശങ്കയിലാണ് ലോകം. ട്രംപിന്റെ കൂടി അംഗീകാരത്തോടു കൂടി ഒരു നേതാവിനെ ഇറാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ നിമിഷം യുദ്ധം അവസാനിക്കുകയും ഇറാനിലും മിഡിൽ ഈസ്റ്റിലും സമാധാനം പുലരുകയും ചെയ്യുമെന്നാണ്. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ ഭരണാധികാരിയായിട്ടുള്ള ഷാ റസ്സ പഹ്ലവി, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റസ്സ പഹ്ലവി ഇന്നും അമേരിക്കയുടെ സംരക്ഷണത്തിലാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ സംരക്ഷണം നൽകുന്നത് പോലെ ആ ജനാധിപത്യ രൂപത്തിൽ ഇറാനെ കൊണ്ടുപോയിരുന്ന ഭരണാധികാരിയെ വധിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുഴുവനും വധഭീഷണി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത് അമേരിക്കയാണ്. ആ അമേരിക്ക റസ്സ പഹ്ലവിയെ തിരിച്ച് ഇറാനിലേക്ക് തന്നെ ഭരണാധികാരിയായി കൊണ്ടുവന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു ഭരണാധികാരി. അതല്ലാതെ കൊമേനി ആണെങ്കിലും കൊമേനിയുടെ മക്കളായിട്ടുള്ള മൊജ്തബ കൊമേനി ആണെങ്കിലും ശരി, കിരാതന്മാരാണ്, അപരിഷ്കൃത ഗോത്ര രീതിക്കാരാണ്, മതത്തെയാണ് അവർ മുറുകെ പിടിക്കുന്നത്. രാജ്യത്തെക്കാളും നമ്മുടെ പൗരന്മാരെക്കാളും ഒക്കെ മേലെ മതമാണ് എന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറാനെ പോലെ, പലസ്തീനെ പോലെ, സിറിയ പോലെ, ബംഗ്ലാദേശ് പോലെ, അഫ്ഗാൻ പോലെ ആധപ്പതിച്ചു പോകും. ഇന്ന് രാത്രി വളരെ നിർണായകമായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇസ്രയേലും അമേരിക്കയും ശരിക്കും ചൊടിച്ചിട്ടുണ്ട്. ശരിക്കും ഇസ്രയേൽ ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരിയാണോ? ഫോസ്ഫറസ് മിക്സ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ ശരിക്കും തിരിച്ചടി കിട്ടിയവർക്കല്ലേ അതിന്റെ കോൺസിക്വൻസസ് അറിയത്തുള്ളത് കൊണ്ടായിരിക്കും. എന്തായിരുന്നാലും ഇറാനിൽ നിന്ന് ട്രംപ് തോറ്റു മടങ്ങിയിട്ടില്ല. നെതന്യാഹു മരിച്ചു എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരെ ഇവർ പ്രചരിപ്പിച്ച് സൈനികരെ, അതായത് തീയിൽ കുരുത്ത ജൂതപ്പടയെ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവരെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചാൽ വല്ല രക്ഷയുമുണ്ടാകുമോ? നന്ദി.